ദൈവവചനം അങ്ങനെ വായിക്കുമ്പോൾ അനുഗ്രഹം കിട്ടും. കാരണം അത് ദൈവത്തിൻ്റെ സ്വരമായതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് വചനം വായിച്ചാൽ അനുഗ്രഹം കിട്ടും. അങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ട്. അത് വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. കണ്ടോ? ഈ പ്രവചനത്തിൽ, ഈ പുസ്തകത്തിലെ, ഇപ്പോൾ ബൈബിളിലെ വാക്കുകൾ, വാക്യങ്ങൾ, വചനങ്ങൾ വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും അനുഗ്രഹീതർ. അപ്പം നിങ്ങളൊരു ദൈവവചനം വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടും. ദൈവവചനം വായിച്ചാൽ മതി. അങ്ങനെ വായിച്ചാൽ തന്നെ അതിന് അനുഗ്രഹം കിട്ടും. അപ്പോൾ ഈ പ്രവചനത്തിലെ, ഈ പുസ്തകത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും അനുഗ്രഹീതർ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും ഐശ്വര്യം ഉണ്ടാവാൻ അച്ഛൻ്റെ വഴി പറഞ്ഞു തരട്ടെ. എന്ത് കാര്യത്തിനിറങ്ങിയാലും, അതായത് നിങ്ങളൊരു തൈ നട്ടാൽ അത് മരമാവും, നിങ്ങളൊരു തട്ടുകട തുടങ്ങിയാൽ അത് വലിയ ഹോട്ടലാവും, നിങ്ങളൊരു പൂച്ചയെ വളർത്തിയാൽ അത് സിംഹമാവില്ല, അത് വലിയൊരു പൂച്ചയാവും. അപ്പം നിങ്ങൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും അതിനകത്ത് ഒരു ഐശ്വര്യം ഉണ്ടാവും. ഇത് അച്ചട്ടാണ്, ഇത് കറക്റ്റാണ്, ഇതിന് ഒരു വ്യത്യാസമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഐശ്വര്യം അതുകൊണ്ട് ഈശോ മിശിഹാ വന്നിട്ട് വള്ളത്തിൽ കയറിയ സമയത്ത് പത്രോസിന് യോഹന്നാനൊക്കെ വലിച്ചു കയറ്റാൻ പെടാപ്പാട് പെട്ട വിധത്തിൽ ആ മത്സ്യത്തിൻ്റെ ആധിക്യം ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും അനുഗ്രഹം, എല്ലാ കാര്യത്തിലും. അതായത് നിങ്ങളൊരു കാര്യത്തിന് അങ്ങോട്ട് ഇറങ്ങിയാൽ അതിനകത്തൊരു ഐശ്വര്യമാണ്. നിങ്ങളൊന്ന് ചെന്ന് നിന്നാൽ തന്നെ അവിടെ അനുഗ്രഹമാണ്. നിങ്ങൾ കാല് കുത്തുന്നിടത്തൊരു അനുഗ്രഹമാണ്. ഇപ്പം അങ്ങനെയാണോ? അപ്പോൾ ഇത് ശ്രദ്ധിച്ചേ, എല്ലാ കാര്യത്തിലും അനുഗ്രഹിക്കപ്പെടാൻ ഒരു വഴിയുണ്ട്. അത് 1-ാം സങ്കീർത്തനം എടുക്കണം. സങ്കീർത്തനം 1-ാം സങ്കീർത്തനം, അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട സങ്കീർത്തനമാണ്. വിശുദ്ധ അഗസ്തീനോസൊക്കെ പറയുന്നത് സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ പ്രമേയവും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഇനി ഇങ്ങോട്ട് നോക്കിയേ, അതായത് ഇങ്ങനെ പറയുകയാണ്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ. ഒന്നാമത്തെ ഒരു സാഹചര്യം പറയുകയാണ്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുക. ദുഷ്ടർ, ഇപ്പം നിങ്ങൾ ആരെക്കുറിച്ചാണ് ദുഷ്ടർ എന്ന് പറയുന്നത്? ഓ, അവനൊരു ദുഷ്ടനാ, നിങ്ങളങ്ങനെ പറയില്ല. അല്ലെങ്കിൽ അങ്ങേരൊരു ദുഷ്ടനാണ്, അവളൊരു ദുഷ്ടയാണ്, അങ്ങനെ പറയുന്ന ആരെക്കുറിച്ചാണ്? അപ്പോൾ ദുഷ്ടരെന്ന് പറയും നമ്മൾ സാധാരണഗതിയിൽ, അതായത് നമുക്ക് പ്രയാസം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് ദുഷ്ടരെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ സാധാരണ ഭാഷ അങ്ങനെ പറയുന്നത്. നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, അപ്പോൾ അവരൊരു ദുഷ്ടനെന്ന് പറയും. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ദുഷ്ടൻ അതല്ല. ഈ ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ഈ തെറ്റായ ഉപദേശം തരുന്നവനാണ് ദുഷ്ടൻ. തെറ്റായ ഉപദേശം തരുന്നവനാണ്. അതായത് വീട്ടിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായി. അപ്പോൾ 2 ദിവസം വഴക്കായിരുന്നു. അപ്പോൾ അന്നേരം വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ അമ്മ പറയുകയാണ്, നീ ഇട്ടിട്ട് വാടി എന്ന് പറഞ്ഞാൽ ആ അമ്മ ആരാണ്? ദുഷ്ടയാണ്, അല്ലേ? അതൊരു തെറ്റായ ഉപദേശമാണ്. അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഈ തെറ്റായ ഉപദേശം തരുന്നവരാണ് ദുഷ്ടർ. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ വീട്ടിൽ പ്രശ്നമൊക്കെ അതിലിപ്പോൾ പോകുന്നു, ജോലിയൊന്നുമില്ല, ഒരു വള്ളം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയിട്ട് ജോലി കിട്ടുന്നില്ല, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല. അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ്, എനിക്ക് പരിചയമുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ പോയി ഒരു ആഭിചാരം ചെയ്താൽ എനിക്ക് പ്രശ്നം വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത്, നിൻ്റെ ഈ കേസ് ശരിയാവാൻ ഒരു സ്ഥലത്ത് പോയി ഒരു കൂടോത്തരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ വിളിച്ചുകൊണ്ട് പോയാൽ അവൻ്റെ പേരെന്താണ്? ദുഷ്ടൻ. മനസ്സിലായോ? ഈ തെറ്റായ ഉപദേശം തരുന്നവരെയാണ് ഇവിടെ ദുഷ്ടരെന്ന് വിളിക്കുന്നത്. അപ്പോൾ തെറ്റായ ഉപദേശം തരുന്ന ആ ഉപദേശം ഒന്നും സ്വീകരിക്കുന്നില്ല. ലോകം പറയുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ലോകം പറയുന്ന അനുസരിച്ചല്ല. അതായത് തെറ്റായ ഉപദേശം സ്വീകരിക്കുന്നില്ല. നല്ല അടിയും തല്ലും ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഇട്ടിട്ട് വാടി, നമുക്ക് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇല്ല, അങ്ങനെയല്ല, അങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ, പള്ളി വെച്ച് താലി കിട്ടിയതല്ലേ എന്നൊരാൾ പറയുമ്പോൾ അതാണ് ശരിയായ ഉപദേശം. തെറ്റായ ഉപദേശം തരുന്ന ആളുകളുടെ ഉപദേശം സ്വീകരിക്കാത്തവർ ഒന്നാമത്തേത്.
രണ്ടാമത്തേത് പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ. പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ. ഈ പാപി എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്ന ആളെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ, അതാണ് പാപി. ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ പെരുമാറുന്നവർ, ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ പെരുമാറുന്ന ആളുകൾ, അതാണ് പാപി. അപ്പം അങ്ങനെയുള്ള ആളുകൾ സമ്മേളിക്കുന്ന സ്ഥലത്ത് സമ്മേളിക്കാത്ത, അങ്ങനെയുള്ള ആളുകളുടെ ഉപദേശമൊന്നും സ്വീകരിക്കാത്ത, അവരുടെ വഴിയിൽ വ്യാപരിക്കാത്ത, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാത്ത. പരിഹാസകരുടെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കുറ്റം പറഞ്ഞ് എല്ലാവരെയും വിധിച്ച്, നീ അറിഞ്ഞോടി കണ്ടല്ലോ അവള് ഓടിപ്പോയി, നീ അറിഞ്ഞോ അവൻ്റെ കൂടെ ഓടിപ്പോയി, നീ അറിഞ്ഞോ അവൻ്റെ വീട്ടിൽ ഇന്നലെ രാത്രി മുഴുവൻ ഭയങ്കര അടിയായിരുന്നു. നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് ആ ഓടിപ്പോയ പെണ്ണ് നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ പേര് തിരിച്ചു വരുമോ? അവിടെ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി ഓടത്തല്ലേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ. അല്ലാതെ ഈ വീട്ടിലെ അടി നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അവസാനിക്കുമോ? ഈ വീട്ടിലെ സാഹചര്യം നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ വ്യത്യാസപ്പെടുമോ? അപ്പോൾ അതാണ് പരിഹാസകർ എന്ന് പറഞ്ഞാൽ. അവർക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും വിധി, എല്ലാ കാര്യത്തെക്കുറിച്ചും പരിഹാസം, എല്ലാ കാര്യത്തെക്കുറിച്ചും കുറ്റം പറയുന്ന. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവർ, ആ പരിഹാസം കേട്ടോണ്ടിരിക്കാനൊന്നും ഇവിടെ പറയുന്ന ദൈവഭക്തന് സമയമില്ല. ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ തോണ്ടി സകല പരിഹാസവും കണ്ടുകൊണ്ടിരിക്കാൻ ആ ദൈവഭക്തന് സമയമില്ല. ഐശ്വര്യം ഉണ്ടാവാനുള്ള വഴിയെ പറയുന്നത് കേട്ടോ. ഐശ്വര്യം, എല്ലാ കാര്യത്തിലും ഐശ്വര്യം, എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഐശ്വര്യം. അപ്പോൾ ആ ഐശ്വര്യം ഉണ്ടാകാൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരുന്ന വഴിയാണ് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തവർ, പാപികളുടെ വഴിയിൽ നടക്കാത്തവർ, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാത്തവർ. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തിരക്കാൻ സമയമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ലാത്ത കാര്യങ്ങളൊന്നും തിരക്കാൻ സമയമില്ല. അങ്ങനെ തിരക്കാൻ സമയമില്ലാത്ത അവരുടെ ആനന്ദം ഫേസ്ബുക്കിലല്ല, അവരുടെ ആനന്ദം വാട്സപ്പിലല്ല, അവരുടെ ആനന്ദം വരുന്ന സകല കാര്യങ്ങളും 1000 പേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതിനകത്തല്ല, അവരുടെ ആനന്ദം നാട്ടുകാരുടെ മക്കളുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിനകത്തല്ല. അവരുടെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. കർത്താവിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകത്തിലാണ്. അവരുടെ ആനന്ദം വചനത്തിലാണ്. ഐശ്വര്യം ഉണ്ടാവാനുള്ള വഴി കേട്ടോ, എല്ലാ കാര്യത്തിലും ഐശ്വര്യം. ഐ ചലഞ്ച് യു, വെല്ലുവിളിക്കുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായില്ലെങ്കിൽ എൻ്റെ അടുത്ത് വരണം. ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തിട്ട് ഐശ്വര്യം ഉണ്ടായില്ലെങ്കിൽ വരണം. ഐശ്വര്യം ഉണ്ടായേ പറ്റൂ. ആയിരക്കണക്കിന് ജീവിതങ്ങളിൽ ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട്. ഐശ്വര്യം ഉണ്ടാവുന്നത് എങ്ങനെയെന്നറിയാമോ? അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. രാവും പകലും ജോലി ചെയ്യുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, ഓഫീസിൽ പോകുന്നുണ്ട്, പണിക്ക് പോകുന്നുണ്ട്, കടലിൽ പോകുന്നുണ്ട്, അടുക്കള പണി ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം കിടപ്പുണ്ട്. ഒരു 1-ാം തരം വചനം പഠിപ്പിച്ചു തരാം, വേണോ? 1-ാം തരം വചനം, ഫസ്റ്റ് ക്വാളിറ്റിയാണ്, ഫസ്റ്റ് ക്ലാസ്. 57-ാം സങ്കീർത്തനം 2-ാം വാക്യം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ഓ, എന്നാ വചനം എന്നറിയാം. അപ്പൊ എന്താണ് വചനം പറഞ്ഞേ? അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ഇതൊരു 10 തവണ വീട്ടിലിരുന്ന് പറയണം, ഒരു 10 തവണ പറയണം. അപ്പൊ നമ്മളെ സഹായിക്കാൻ അവിടെ ആരേ ഉള്ളൂ? അത്യുന്നതനായ ദൈവം. ചുമ്മാ വെറും ദൈവമല്ല, അത്യുന്നതനായ ദൈവം. അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ എന്താ? അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ഉന്നതൻ, എല്ലാവരിലും ഉന്നതൻ, അല്ലേ? അതുക്കും മേലെ, അതാണ്. അപ്പൊ എല്ലാറ്റിനും ഉപരി, എല്ലാറ്റിനും ഉപരി, എല്ലാവർക്കും ഉപരി. ഇപ്പം ബ്രദർ ഇത് പാടും, ഇപ്പം പാട്ടായിട്ട് നിങ്ങൾ പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഒരിക്കലും മറക്കില്ല. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. വേഗം കേട്ടോ, വേഗം കേട്ടോ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന
തന്നെ. ഒന്നുകൂടെ ഉച്ചത്തിൽ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ഇത് നിങ്ങളിപ്പോൾ 5-6 തവണ പാടിയില്ലേ? ഇത് 5-6 തവണ പാടിയിട്ട് ഇനി നിങ്ങൾ ചുമ്മാതിരിക്കുമ്പോൾ അറിയാതെ നിങ്ങൾ മൂളാൻ തുടങ്ങും. അത്യുന്നതനായ ദൈവ, മനസ്സിലായി? ഇത് അറിയാതെ കയറി വരാൻ തുടങ്ങും. നമ്മളിത് ആവർത്തിച്ച് കുറെ പാടിക്കഴിഞ്ഞപ്പോൾ, അല്ലേ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ, ഇത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ, നമ്മളറിയാതെ ഇത് നമ്മുടെ അകത്തുനിന്ന് വരാൻ തുടങ്ങും. ഇതാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അതാണ് ഈ വചനങ്ങൾ ആവർത്തിച്ച് വായിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പോണില്ല. അപ്പോൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്, നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പോൾ ഇത് ഒരു ജീവിത ശൈലിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? വചനങ്ങൾ വായിക്കുന്നു. വചനങ്ങൾ വായിച്ചിട്ട് ചില വചനങ്ങൾ കാണാതെ പഠിക്കുന്നു. നമ്മൾ ഇപ്പോൾ ജോൺ ബോളിൽ 8000-ലധികം വചനം കാണാതെ അറിയാം. 8000-ലധികം വചനം കാണാതെ അറിയാം. അപ്പം കാണാതെ അറിയാവുന്നത് കൊണ്ട് ജോൺ ബോൾ ഇങ്ങനെ വാതുറക്കുമ്പോൾ വചനം വന്നുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ കാണാതെ പഠിച്ചു കഴിയുമ്പോൾ, അത് ഹൃദയത്തിലേക്ക് കയറി കഴിയുമ്പോൾ, ഹൃദയസ്ഥമായി കഴിയുമ്പോൾ രാവും പകലും ഈ വചനം കയറി വരാൻ തുടങ്ങും. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. ഇത് അച്ചട്ടാണ്. എന്നെ വിശ്വസിക്കുക, ഈ കാര്യത്തെ എന്നെ വിശ്വസിക്കുക. അതായത് നിങ്ങൾ ഈ ദൈവവചനം ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ ഈ ദൈവവചനം പഠിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനത്തെ തെസലോനിക്കായിലുള്ളവരെ പോലെയല്ല, ബെറോയായിലുള്ളവരെ പോലെ അവർ ദൈവവചനത്തെ താല്പര്യത്തോടെ സ്വീകരിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങൾ ഈ ദൈവവചനത്തെ താല്പര്യത്തോടെ സ്വീകരിച്ചാൽ, നിങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസികളുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാതെ രാവും പകലും കർത്താവിൻ്റെ നിയമത്തെക്കുറിച്ച് ധ്യാനിച്ചാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വചനം കിടന്നാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക്, ബുദ്ധിയിലേക്ക്, ഓർമ്മയിലേക്ക് വചനം വന്നാൽ, നിങ്ങൾ ഈ വചനം ഉച്ചരിച്ചാൽ, അച്ചട്ടാണിത്. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ്. എന്ന് വെച്ചാൽ ഈ വ്യക്തി, ദൈവത്തിൻ്റെ ഈ വചനം ഹൃദയത്തിൽ കിടക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയുടെ ആവശ്യം, ഈ കാര്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. ഇനി അടുത്തതാണ് അതിനകത്തെ ബോംബ്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, അവൻ്റെ പ്രവർത്തികൾ സഫലമാവുന്നു. ശരിക്കുള്ള ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ, നമ്മുടെ ഭാഷയിലല്ലല്ലേ ഈ ബൈബിൾ എഴുതപ്പെട്ടത്, ഇത് ശരിക്കും എഴുതപ്പെട്ട ഭാഷയിൽ ഈ വാക്യത്തിൻ്റെ ഒറിജിനൽ അർത്ഥം എന്ന് പറഞ്ഞാൽ, അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫലമണിയുന്നു എന്നാണ്. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സഫലമാവുന്നു. അവൻ എന്ത് ചെയ്താലും അതിനകത്ത് അവന് വിജയം ഉണ്ടാവുന്നു. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്തൊക്കെ, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ പുസ്തകം എടുക്കണം. മനസ്സിലായോ? എത്ര നിവൃത്തിയില്ലെങ്കിലും ഒരു ബൈബിൾ വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് ഈ വചനത്തെ നിങ്ങൾ ഗൗരവമായി എടുക്കണം. അങ്ങനെ എടുത്താൽ ദൈവത്തിൻ്റെ വചനം പറയണം, 1-ാം സങ്കീർത്തനത്തിലാണ് അതിൻ്റെ ആ വെളിപാട് കിടക്കുന്നത്. നമ്മൾ ആ വചനത്തെ ഗൗരവമായി എടുത്താൽ ആ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയും. ആ വചനം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു വഴക്കുണ്ടാക്കാൻ പോകുമ്പോൾ ആ വചനം നമ്മളെ നിയന്ത്രിച്ച് നിർത്തും. നമ്മൾ ഏതെങ്കിലും കാര്യം, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ആ വചനം നമ്മളെ നിയന്ത്രിച്ച് നിർത്തും. ആ വചനം നമ്മളെ തിരിച്ചു പിടിക്കും.